നമസ്തേ. എല്ലാവർക്കും എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇന്ന് അറിഞ്ഞില്ലേ വിശേഷമൊക്കെ? ഇന്ന് നമ്മുടെ ആനീസ് കിച്ചൺ വീണ്ടും തുടങ്ങുക. ഇത് എന്നാ തുടങ്ങിയെന്നറിയാവോ? നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങിയതാട്ടോ. ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം. ഫസ്റ്റ് സീസണിൽ അത്തമാതിരി സപ്പോർട്ടാണ് എനിക്ക് തന്നെ. അമ്മമാരുടെ സ്നേഹം, ചേച്ചിമാരുടെ സ്നേഹം, അനിയന്മാരുടെ സ്നേഹം, അനിയത്തിമാരുടെ സ്നേഹം, എത്ര അമ്മമാരെ എനിക്ക് കിട്ടിയെന്നേ. എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ഈ അമ്മമാരുടെ അനുഗ്രഹവും സ്നേഹവും എല്ലാം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നാന്നറിയോ, സ്റ്റുഡിയോയിലായിരുന്നു. ഇപ്രാവശ്യം ഇതാ നമ്മുടെ ആനീസ് കിച്ചൺ അല്ല, എൻ്റെ വീട്. എൻ്റെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനീസ് കിച്ചൻ്റെ വീട്. പുതിയ സീസണിൽ തുടങ്ങുമ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും പുതിയ ഗസ്റ്റ്, പിന്നെ സ്നേഹം നിറഞ്ഞ പാചകം, അവരുടെ വിശേഷം ഒക്കെ നമുക്കറിയണ്ടേ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടി ഒത്തിണക്കിക്കൊണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ടാവും പറയാനും. നമുക്കെന്നാ അറിയാം, പങ്കിടുമ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു എന്താ പറയുക, ഒരു മറയൊന്നും വേണ്ട. പഴയ പോലെ തന്നെ ഭയങ്കര കൂട്ടായിട്ട് അടിപൊളിയായിട്ട് എൻ്റെ തെറ്റുകൾ എന്നിൽ തിരുത്തി എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവണം. അത് എന്നോടൊന്നും മാത്രമല്ല കേട്ടോ, എൻ്റെ കുടുംബത്തോട് മൊത്തം ഉണ്ടാവണം. നിങ്ങളും ഞാനും ഒന്നാ, അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് ഇന്ന് സന്തോഷമുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീടും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നമുക്ക് പരിചയപ്പെടണ്ടേ? എൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെയും കൂടെയാണ്. അപ്പോൾ ബാ, നമുക്ക് നോക്കാം. വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഈ വാക്കുകളെ രണ്ടാമതും പറയാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതിൻ്റെ കാരണം ആരാന്നറിയോ? നിങ്ങൾ തന്നെയാണ്. എന്നാന്നോ, നിങ്ങൾ തന്ന ഒരു സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, ശാസനയുണ്ട്. എന്താ പറയുക, എൻ്റെ തെറ്റുകൾ ഒരുപാട് തിരുത്തി എന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാക്കി കൂട്ടിയേച്ച് കൂടെ കൊണ്ടുപോയി. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും എനിക്ക് ആ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് എനിക്ക് ഈ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയേ. ഇതേപോലെ നിങ്ങളിപ്പോൾ എന്നെ എങ്ങനെ കരുതിയോ അതിനേക്കാട്ടിലും 100 ഇരട്ടി സ്നേഹം തന്നാലും ഒത്തിരി തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുന്നതായിരിക്കും. കാര്യം ആ സ്നേഹം ഇല്ലെങ്കിലുണ്ടല്ലോ എനിക്ക് എവിടെ എത്താൻ ഒക്കുകയല്ല. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പഴയ പോലെ നമ്മളിപ്പോൾ 7:30 അല്ല കണ്ടുകൊണ്ടിരുന്നത്, പക്ഷേ ഇനി നമ്മൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 8:30 നമ്മൾ തമ്മിൽ ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ തന്ന ഒരുപാട് സ്നേഹവും, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്നറിയോ, നിങ്ങളുടെ വീട്ടിലൊരു അംഗമാക്കിയിട്ട് എന്നെ തെറ്റുകളൊക്കെ തിരുത്തി ഒരുപാട് കുറേ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ്സ് വന്നിട്ടുണ്ട്. ചിലരാന്നേലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓ ഇത് എന്നാ ബഹളവാ നിങ്ങളുടെ ഈ കിച്ചണിനകത്ത് എന്നൊക്കെ പറഞ്ഞു. കുറേ പേര് പറഞ്ഞു കുറച്ച് പതുക്കെയൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. കുറേ പേര് പറഞ്ഞു ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലാന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ സത്യമായിട്ടും പറയാം, എനിക്ക് ഒത്തിരി ആർട്ടിഫിഷ്യൽ ആവാൻ ഒക്കത്തില്ല. എനിക്കറിയാൻ മേല. ഇനിയിപ്പോൾ അഥവാ ഞാൻ അങ്ങനെ ഇരിക്കുവാന്നേലും 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആവും. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്നോ അതുപോലെ എന്നെ സ്നേഹിക്കുക. ഈ സ്നേഹം എനിക്ക് ഒരുപാട് തന്നുകൊണ്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പാചകവും വാചകവുമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ സ്നേഹത്തോടെ ആയിരിക്കും നമ്മുടെ കുക്കിങ്ങും വിളമ്പലും നമ്മുടെ വിശേഷം കേൾക്കുന്നത് എല്ലാം. അതുകൊണ്ട് എന്നാന്നറിയാം, ഇപ്രാവശ്യം ലെറ്റ്സ് കുക്ക് വിത്ത് ലവ്. അതാണ് ഇപ്രാവശ്യം നമ്മുടെ ഏക ടാർഗറ്റ് അല്ലേ. അതാണ് എനിക്ക് കിട്ടിയത് കഴിഞ്ഞ സീസണിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നല്ല ഞാൻ പറയാം, അതിന് വാക്കുകളില്ല പറയാൻ. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 8:30 മണിക്ക് നമുക്ക് വിശേഷങ്ങളുമായിട്ട് തുടരാം. ഇത് എൻ്റെ പുതിയ അടുക്കള വെച്ചാൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ പഴയ അടുക്കള നമ്മൾ മറക്കുകയല്ല, അവിടെ വെച്ചാൽ നമ്മൾ പരിചയപ്പെട്ടതല്ല. പക്ഷെ എന്നാലും എനിക്ക് എന്ത് പ്ലസ് ഉണ്ടാവുന്നോ അതെൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇപ്രാവശ്യം എനിക്ക് പറയാനുള്ളൊരു ചെറിയ വിഷമം, ചെറിയല്ല നല്ലൊരു വിഷമമാണ്. ഇപ്രാവശ്യം സീസൺ തുടങ്ങുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ അമ്മ, ദാറ്റ് മീൻസ് എൻ്റെ അമ്മ ഇപ്രാവശ്യം എനിക്കില്ല എൻ്റെ കൂടെ. കാര്യം ഫസ്റ്റ് സീസണിൽ ഒരൊറ്റ എപ്പിസോഡ് പോലും എൻ്റെ അമ്മ മിസ് ചെയ്തിട്ടില്ല, എല്ലാം കാണും. അപ്പോൾ ഫസ്റ്റായിട്ട് തുടങ്ങുമ്പോൾ ആ അമ്മയുടെ ബ്ലെസ്സിങ് എനിക്കുണ്ടാവട്ടെ. അതേപോലെ ആ അമ്മ പോയാലും എനിക്കിഷ്ടംപോലെ അമ്മമാരെ തന്നു. എനിക്ക് അമ്മയില്ലാത്ത കുറവ് ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ അമ്മയാണ് എനിക്ക് നികത്തി തന്നത്. അതുകൊണ്ട് എന്താ പറയുക, അമ്മയുടെ കാര്യം പറയുമ്പോൾ സങ്കടം വരും. ബട്ട് സ്റ്റിൽ എനിക്ക് എന്നാലും എല്ലാ അമ്മമാരും എൻ്റെ കൂടെയുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടെൻഷനുണ്ട്. എന്നാന്നറിയോ, ഇന്ന് വരാൻ പോകുന്ന ഒരു കുക്കിങ്ങിൽ ഒരു വലിയ ലെജൻഡായി ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കറി എന്ന് പറയുന്നത് എൻ്റെ അമ്മായിയമ്മയ്ക്ക്, അതായത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അമ്മ ഒത്തിരി ഇഷ്ടപ്പെട്ട് കപ്പയുടെ കൂടെയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണ്. ഫസ്റ്റ് ഡേ
അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കറി തന്നെ ആവട്ടെ. പക്ഷേ ഈ കറിക്ക് ഞാൻ പേരിട്ടില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അദ്ദേഹം വരുമ്പോൾ നമുക്ക് എൻ്റെ മീൻകറിക്ക് ഒരു പേര് പിടിക്കുക അല്ലേ, അതൊക്കെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹം പോലെ, അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ പ്രേഷർ എൻ്റെ കൂടെ നിന്നാലേ ഇതൊക്കെ ഒക്കത്തുള്ളൂ. നമുക്കിത് മീൻകറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ മൺചട്ടിയെ തുടങ്ങാം. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ഒരു കുറച്ച് സാധനങ്ങൾ വറക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയെ തന്നെ വറുത്തേച്ചെടുക്കുമ്പോൾ അത് ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പാൻ ഞാൻ എപ്പോഴും കരുതും, അത് എന്നുമായിട്ടൊന്ന് സഹകരിക്കണം. ഇപ്പോൾ പറഞ്ഞ് ഐശ്വര്യമായിട്ട് മൺചട്ടിയെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പാൻ എടുത്ത് അടുപ്പി വെക്കുക എന്നുള്ളത് കുറ്റം പറയുകയും ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷേ എന്നാലും ചീനച്ചട്ടി എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പാനിൻ്റെ കാര്യം പറഞ്ഞേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അടിക്ക് പിടിക്കുകയില്ല, അങ്ങനത്തെയൊക്കെ കുറേ ഗുണങ്ങൾ ഈ പാൻ കൊണ്ടുണ്ട്. എന്നാൽ പണ്ടത്തെ അമ്മമാരൊക്കെ ഈ ചീനച്ചട്ടിയിലൊക്കെ അല്ലേ ചെയ്തേക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. ശരിയാണ്, അതും ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. പക്ഷേ എന്നാൽ ഇപ്പം എന്നോടൊപ്പം ഒന്ന് സഹകരിക്കുക. ഫസ്റ്റ് നമുക്കൊരു മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മയുടെ, ദാറ്റ് മീൻസ് എൻ്റെ അമ്മായിയമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു മീൻകറി. അതിന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് പാൻ വയ്ക്കുകയോ ചീനച്ചട്ടിയോ ഏതാ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ അത്. പക്ഷേ ചീനച്ചട്ടിക്കകത്തുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ പറയട്ടെ, ചീനച്ചട്ടി പെട്ടെന്ന് അങ്ങ് ചൂടാവും. അന്നേരം നമ്മൾ ആ പൊടി ഇടുമ്പോഴത്തേനോ അല്ലെങ്കിൽ എന്നതേലും ഇടുമ്പോൾ പെട്ടെന്നൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ പാൻ ആകുമ്പോഴത്തേക്ക് അത് സെയിം പ്രശ്നം പാനിനും ഉണ്ട്. ചീനച്ചട്ടിക്ക് ഇച്ചിരി കട്ടി കൂടുതലാകുമ്പം ചൂട് നിൽക്കും, പാനിന് കട്ടിയില്ലാത്തതുകൊണ്ട് ചൂട് പെട്ടെന്ന് ആവുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടും സൂക്ഷിക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഏറ്റവും ബെസ്റ്റ് സിമ്മിലിട്ടേച്ച് നമ്മളത് ചെയ്തേച്ചാൽ മതി. ഇതിന് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, എത്ര പറയാനാ, 1 ടീസ്പൂൺ ഇട്ടു. ഇത് ശരിക്കും അരിഞ്ഞോ അങ്ങനെയൊന്നും ഇടണ്ട, ചതച്ചോ ഇടണ്ട. അല്ലി കണക്കാണെങ്കിൽ ഒരു 1/2 കിലോ മീനിനാന്നേലും, ഇവിടെ ഇപ്പം ഞാൻ 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്, അതിനൊരു 3-4 വെളുത്തുള്ളി ഇട്ടേച്ചാൽ മതി. വലുതാണെങ്കിൽ ഒരെണ്ണം, അതല്ല ചെറുതാണെങ്കിൽ ഒരു 3-4 ഇട്ടോ. അപ്പം അതിന് കണക്കാക്കി ഇപ്പം ഇത് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഞാൻ ഇടുക. ഇനി വെളുത്തുള്ളി നമ്മൾ ഇടുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ തൊലിയോടുകൂടി ഇടുക എന്നേലുണ്ടല്ലോ ഇതൊന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നീങ്ങി നിന്നേച്ച് വേണം ഇടാൻ. ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിയോ അങ്ങനെ ഒന്നും വേണ്ട. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെന്നേ ഉള്ളൂ. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീ നല്ല സിമ്മേലാക്കി വെച്ച് നമുക്ക് പൊടി ചേർക്കണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും എങ്ങനെയാന്ന് വെച്ചാൽ മുളക് പൊടി അതായത് 4:2, മുളക് പൊടി 4 സ്പൂൺ ആണെങ്കിൽ മല്ലിപ്പൊടി 2. മുളക് പൊടി 4 എടുത്തു, ഇനി മല്ലിപ്പൊടി 2. ഇതൊന്ന് മൂക്കണം, അതായത് ഇതിൻ്റെ പച്ച ചൊവ്വ ഒന്ന് മാറണേ. ഈ മൂക്കാൻ ഇടുമ്പോഴത്തേക്ക് ആ എണ്ണയില്ലേ, അത് എണ്ണ മൊത്തം ആ പൊടിയേലൊന്ന് പിടിക്കട്ടെ. ആ പച്ചച്ചൊവ്വ ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് ആ ചീനച്ചട്ടി ആന്നേലും പാൻ ആന്നേലും നല്ലോണം ചൂടായിരിക്കും. അപ്പം എന്നാ ചെയ്യണം, ഈ ചൂടായി കിടക്കുന്ന പാനിൽ ആ പൊടിയും ചൂടാണ്, നമ്മൾ തീ മൊത്തത്തിൽ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാൻ. പക്ഷെ ഞാനിവിടെ ഓഫ് ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ ചട്ടി അങ്ങ് വെക്കുക. അതായത് ചട്ടി ചൂടാവുമല്ലോ, പൊടിയെല്ലാം മൂപ്പിച്ചെടുത്തില്ലേ, അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ അങ്ങോട്ട് ഇട്ടേച്ച് ഈ പൊടി മുഴുവനും ആ തേങ്ങയിൽ ഇങ്ങനെ പെരണ്ട് വരണം. ആ തേങ്ങയുടെ വെള്ള നിറം ഉണ്ടല്ലോ അതങ്ങ് മൊത്തം മാറണേ. ഈ പൊടിയെ തന്നെ അങ്ങ് പെരണ്ട് വന്നേച്ചാൽ മതി. ഇനി ഇതൊന്ന് ആറിയേച്ച് നമുക്ക് കുറച്ചൊരു 4 ചെറിയ ഉള്ളി, ഇത് അരിഞ്ഞു വെച്ചേക്കുക, 1/2 കിലോ അല്ലേ, ഒരു 5 ചെറിയ ഉള്ളി എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ടാൽ അത്രയും ടേസ്റ്റ് കൂടുവേ. ഇനി ചട്ടീനകത്തോട്ട് ഇതെല്ലാം വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയും, കടുക് കുറച്ച്, ഉലുവ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടേച്ചാൽ മതി. ഉലുവ പൊടി വേണ്ട, തനി ഉലുവ തന്നെ ഇട്ടു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കടുക്, ഇതൊന്നും സ്പൂൺ നമുക്ക് അളവില്ലല്ലോ, കടുകിനൊക്കെ എങ്ങനെയല്ലേ സ്പൂൺ അളവ് പറയുന്നത്. ഉലുവ കുറച്ചേ ഇടുന്നുള്ളൂ, ഉലുവ കൂടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനൊരു കയ്പ് വരും. ഇനി കടുക് പൊട്ടണം.
അമ്മമാർ പറയുന്നത് എന്താണെന്നറിയോ, ഇതാ ക്ഷമയില്ലാത്ത പണി എന്ന് പറയുന്നത്. കാര്യം എൻ്റെ അമ്മ എപ്പോഴും, അതായത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏട്ടൻ്റെ അമ്മയെ തന്നെയാണ്. കാര്യം എൻ്റെ അമ്മ എൻ്റെ ഒരു നല്ല പ്രായത്തിൽ, ദാറ്റ് മീൻസ് എൻ്റെ ഒരു 13 വയസ്സിലേ മരിച്ചു പോയത്. എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏട്ടൻ്റെ അമ്മയെ തന്നെയാണ്. അമ്മ എപ്പോഴും വന്നേച്ച് പറയും, ചട്ടി ചൂടായി എണ്ണ ഒഴിക്കൂ, എന്നിട്ട് എണ്ണ ഒഴിച്ചേച്ച് അത് നല്ല ചൂടായതിനു ശേഷം കടുക് ഇടുമോളെന്ന് പറയും. അപ്പം അത് വേഗം കാര്യം നടക്കുകയല്ലേന്ന്. അപ്പം ഞാൻ പറയാം, അമ്മ എവിടെയാ അമ്മ ക്ഷമ ഒന്നുമില്ല. അന്നേരം ഞാൻ ഇട്ട് അത് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേനും അമ്മ പറയാം, കുഴപ്പമില്ല ചെയ്യൂ. വെരി സപ്പോർട്ടീവ് ആയിരുന്നു അമ്മ, പറയാതിരിക്കാൻ പറ്റിയല്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷോ ഉണ്ടല്ലോ, അമ്മ ഇങ്ങനെ കണ്ടേച്ച് ഓരോ അഭിപ്രായവും പറയും. അത് കഴിഞ്ഞേച്ച് ഞാൻ അഥവാ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും പാവട്ടോ നടയിൽ എന്നെ കാത്തു നിൽക്കും. സ്വന്തം അമ്മ ചെയ്യുന്ന പോലെ. എനിക്കതിനകത്ത് ഒരു പരാതിയില്ലാത്തൊരമ്മയാണ്. കടുക് പൊട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്ന തക്കാളി ഒരെണ്ണം, ഒരു വലുതാന്നേലും ഒന്ന് മതിയേ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എത്രയാ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക്. ഇനിയിപ്പോ ഇതിനകത്ത് എന്നാ പരിപാടി എന്ന് വെച്ചാൽ, ഈ ഇട്ടേക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതൊന്ന് വയന്ന് അങ്ങ് ചേർണം. ചേർന്നില്ലേലും വലിയ കുഴപ്പമില്ല. കാര്യം തക്കാളി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് മീൻ കറിക്കകത്തിന്ന്. അന്നേരം അത്രയും പോണ്ട, ഒരു ഇച്ചിരി ഒന്ന് വയന്ന് കിട്ടിയേച്ചാൽ മതി. എനിക്ക് ഈ തേങ്ങ ഇതെല്ലാം കൂടെ നമ്മൾ ആക്കി വെച്ചേക്കല്ലേ, ഇതിന്റെ ചൂടും തേണ്ട ഇച്ചിരി ഒന്ന് ആറിയിട്ടുണ്ട്. അന്നേരം അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. തക്കാളി ഞാനൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ഇച്ചിരി ആയപ്പോൾ ഉണ്ടല്ലോ, കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുകൊണ്ട് നല്ലോണം അങ്ങ് വയന്നു പോയേ, എന്നാലും സാരമില്ല. ഇതിനകത്തോട്ട് നമ്മുടെ വാളംപുളി അല്ലാതെ കുടംപുളിയാണ് ഇടുന്നത്. ഇതൊരു കഷ്ണം. പുളിയുടെ അനുസരിച്ച് ചില പുളിയാന്നേൽ ഭയങ്കര പുളിയായിരിക്കും. നമ്മൾ തക്കാളിയും കൂടി ഇടുന്നതുകൊണ്ട് അത്രയും പുളി വേണ്ട ആക്ച്വലി. ഇത് വലിയൊരു കഷ്ണമാണ്. നമുക്ക് ഈ പുളിയുടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഞാനൊരു വലിയ കഷ്ണവും പിന്നെ ഒരു അര കഷ്ണവും കൂടി ഇടുന്നുള്ളൂ. ഇതൊന്ന് ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ്, ഇത് നമ്മൾ നേരത്തെ തേങ്ങ ഒക്കെ ഇട്ട് അരച്ചില്ലേ, ആ സാധനമാണ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം, ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ ഒരു ഇച്ചിരി ഒന്ന് മേലോട്ട് വന്നു വെച്ചാൽ ഈ അരപ്പങ്ങ് ചേർക്കാം. ഇച്ചിരി ഒരു എണ്ണ തെളിയുന്ന സമയമുണ്ടല്ലോ, മൈ ഫേവറേറ്റ്. തുടക്കം തന്നെ നമുക്ക് എന്നാ കറിവേപ്പിലേ വേണ്ടേ, അതില്ലെങ്കിൽ പിന്നെ എന്താ അറിയോ, ഒരു സുഖമില്ല. അതുണ്ടെങ്കിലേ കറികൾക്ക് ഒരു നിറവുള്ളൂ, ഒരു മണമുള്ളൂ, ഒരു ഗുണമുള്ളൂ. ബാക്കി നമ്മുടെ മിക്സി കഴുകിയേച്ച് ആ അരപ്പിൻ്റെ വെള്ളവും കൂടെ അങ്ങ് ചേർക്കുക. ഇതിനി ഇച്ചിരി ഒന്ന് തിളയ്ക്കണേ. ഇനി കുറച്ച് ഉപ്പ്. മീനിന്റെ ചാറ് തിളച്ചുള്ളൂ, മീൻ ഇടാൻ പോവാം. ഇനി എന്നാന്നോ, ചാറിന്റെ കാര്യം നോക്കുമ്പോൾ മീനിനകത്തും വെള്ളം ഇറങ്ങും ചിക്കനെ പോലെ. അന്നേരം നോക്കി വെച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഈ മീനൊന്ന് വേവണം, അത് മാത്രമേ ഉള്ളൂ. മീനൊന്ന് വെന്ത് ആ ചാറൊക്കെ ഒന്ന് കറക്റ്റായി കഴിഞ്ഞാൽ വാങ്ങാം. വാങ്ങുന്ന സമയത്ത് ചിലർ പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒഴിക്കണ്ട. പക്ഷെ അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലതാണ്, നല്ലൊരു മണം വരും. പിന്നെ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം മീനൊന്ന് തിളച്ച് ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം നോക്കുക. പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന വെള്ളമില്ലേ, അതുകൂടെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ നേരത്തെ കുക്കിംഗ് തീർക്കുന്ന എന്നാണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു നെഞ്ചിടിപ്പുണ്ട്. അദ്ദേഹം വന്നിട്ട് ഇത്രയും വലിയൊരു ലെജൻഡാണ്. അദ്ദേഹം വന്നേച്ച് ഇതിന് എന്തേലും ഒരു കുറ്റം പറഞ്ഞാൽ തീർന്നില്ലേ ദൈവമേ. പക്ഷെ എന്നാലും അമ്മേനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ദൈവമേ നന്നാവട്ടെ. പിന്നെ മാത്രമല്ല എൻ്റെ പ്രേക്ഷകർ പൂർണ്ണ സപ്പോർട്ടില്ലേ, അതോടുകൂടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോടുകൂടി ദൈവം അനുഗ്രഹിച്ച് ഇത് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലെജൻഡിൻ്റെ കൂടെ കാണാം കേട്ടോ. ഈ ധൃതി പിടിച്ച് എങ്ങോട്ടാ ഓടുന്നതെന്നല്ലേ, ഇന്ന് നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. അദ്ദേഹത്തെ ചെന്ന് വെൽക്കം ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ, അതാണ് ശരി. എന്തായാലും ഞാൻ അദ്ദേഹത്തെ അധികം നേരം അവിടെ നിർത്തുന്നില്ല, അദ്ദേഹം വന്നു എന്ന് തോന്നുന്നു. പോയി വെൽക്കം ചെയ്തിട്ട് വരാം. അയ്യോ നമസ്തേ സർ. നമസ്തേ. എന്റെ വീട്ടിലേക്ക് വന്നത് ഐ ആം സോ ഹാപ്പി സർ. ശരിക്കും ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ വളരെ നാളായിട്ട് കാണണം,
വരണം എന്ന് ആഗ്രഹിച്ചൊരു വീടാണ്, ഒരു അടുക്കളയാണ്. ഈ ഒരു കൺവേഴ്സേഷൻ ചെയ്യണമെന്ന് ഒത്തിരി ഷോയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഒരിക്കൽ നമ്മൾ സിനിമയെ കണ്ട് ഫാനായ ഒരാളും കൂടെ ആണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുക. ഇന്ന് എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്താ അറിയോ സാർ, എൻ്റെ സീസൺ 2 സ്റ്റാർട്ട് ചെയ്തു. ഓ സന്തോഷം. അപ്പോൾ സാർ വന്നത് എനിക്കൊരു ബ്ലെസ്സിങ് അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു എത്രയോ ഷോ, നമ്മൾ എത്രയോ പ്രോഗ്രാം ഇത് കണ്ട് ആസ്വദിച്ച് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ വീണ്ടും എൻ്റെ സീസൺ 2 ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സാർ ഭയങ്കര കൂളായിട്ടിരിക്കുന്നു. ഞാൻ ശരിക്കും ഞാനും മേഡം എന്ന് വിളിക്കും. അയ്യോ വേണ്ട കേട്ടോ സാർ. എന്താണെന്നറിയോ, എന്നെ ഒരിക്കലും സാർ മാഡം വിളിക്കരുത്, എന്നെ പേര് ആനി എന്ന് വിളിച്ചാൽ മതി. കാരണം ഇത്രയും വലിയൊരു ലെജൻഡ് എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ ഒരു മാഡം വേണ്ട സാർ. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 93 ആദ്യത്തെ ജോലിക്ക് കൊല്ലത്ത് ഇങ്ങനെ ബിഷപ്പ് ജെറോ നഗറിൽ ഷെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുമ്പോഴാണ് ഈ സിനിമ ഇങ്ങനെ ഇറങ്ങുന്നത് പ്രണവത്തിൽ. അപ്പം അത് ഭയങ്കര ഹൈപ്പായിരുന്നു ആ പടത്തിന്. ഞാനിലൊക്കെ ഇങ്ങനെ വായിച്ചു പോകും, ഇങ്ങനെ ഒരു പെൺകുട്ടി ആൺകുട്ടിയാവുന്ന സിനിമ. അപ്പോൾ ബീച്ചിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ മൊത്തം ഈ സിനിമയുടെ ഇങ്ങനെ പോസ്റ്ററുകളായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകതരം പ്രൊമോഷൻ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ല അന്ന് അങ്ങനെ ആനി. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ഭയങ്കര ബോൾഡായിട്ടൊരു സിനിമയാണ്. സിനിമയെ കാണുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഭയങ്കര കഥകൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പ്രണവത്തിൽ പോയി കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ശരിക്കും സാർ എൻ്റെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം. പിന്നെ സത്യം മേനോൻ അങ്കിൾ അതിന് വേണ്ടി സന്നോളം എന്താ പറയാ, എന്നെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് ഒരു ആൺകുട്ടിയുടെ മാനറിസംസ് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറെ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഹോംവർക്സ് തന്നിരുന്നു. ശരിക്കും അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആയിരിക്കും ദൈവാനുഗ്രഹിച്ച് അത് നന്നായി പോയത്. അത് ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് സത്യം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് സത്യമായിട്ടും കരുതുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ആ താളിപ്പില്ലേ, വെളിച്ചെണ്ണയ്ക്കകത്ത് കറിവേപ്പില കടുകുണ്ട കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവറാണ് ഇവിടെ മൊത്തം നിറഞ്ഞ്. ഞാനിങ്ങനെ വർത്താനം അത് മീൻകറിയും കപ്പയും കൊണ്ട് ഒരു മലയാളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയിപ്പിക്കും. സത്യ സാർ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിളമ്പാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ എന്താ പറയാ, സ്റ്റാഫ് മുറിയിലൊക്കെ ചെന്ന് ഒരു പ്രിൻസിപ്പളിന്റെ മുമ്പിൽ ഒരു കുട്ടി പേപ്പറിന് വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ. സാറിന് വിളമ്പുമ്പോൾ സാറിന് ഒരു അഭിപ്രായം മാർക്ക് ഇടുന്നൊക്കെ ആയിട്ടൊരു വെപ്രാളമുണ്ട്. ഞാൻ സാറിന് പേപ്പർ തരാം പ്ലീസ്. ഞാൻ കാൺറ്റ് വെയിറ്റ്. ഇത് ഈ ഒരു കപ്പ കണ്ടപ്പോൾ തന്നെ ഞാനൊരു ഒബ്സർവ് ചെയ്ത കാര്യം, ഇതൊരു കോട്ടയംകാരുടെ ഒരു കപ്പയുണ്ട്, തിരുവനന്തപുരത്തുകാർക്ക് ഒരു കപ്പയുണ്ട്. അതിന്റെ രണ്ടിന്റെ ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ട്. അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞല്ലേ. ഒരു സ്ഥലത്ത് നമ്മൾ പോയി കുറേ നാൾ ജീവിക്കുമ്പോൾ അവിടുത്തെ ചുറ്റുപാടുകൾ, അവിടുത്തെ ഭക്ഷണ രീതികൾ. എത്രയോ പേർക്ക് മാർക്ക് വീഴുന്നില്ല. ഇത് ഈ ഒരു ഷോ നമ്മളൊക്കെ എത്രയോ ആദ്യ കാലങ്ങളിലൊക്കെ ഈ കുക്കറി ഷോ ഒക്കെ ഇപ്പോൾ ഒരുപാടൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഒക്കെ ഒത്തിരി വന്നു. പക്ഷെ അന്നത്തെ സമയത്തും ഇത്രയും ആളുകൾക്ക് ഇവിടെ ഈ ഒരു അടുക്കളയിൽ വെച്ച് ഒരു വിളമ്പി ഒരു ഡിഷ് കൊടുക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും അത്രയും ഒരു കൺവേർസേഷനൊക്കെ നടന്നൊരു അടുക്കളയിലാണ് നമ്മളിരുന്ന് കപ്പയും മീൻകറിയും കഴിക്കാവോ. അത് എന്റെ തുടക്കം സാറിൽ നിന്നായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അതിന്റെ ഒരു ബ്ലെസ്സിങ്. ദൈവമേ, പേപ്പർ വാല്യുവേറ്റ് ചെയ്യാൻ തുടങ്ങി. കണ്ണു അടച്ച് നിൽക്കുക. മാർക്ക് എത്ര കിട്ടുമെന്നുള്ളത് അറിയത്തില്ലല്ലോ. ഞാൻ ആദ്യം കപ്പയായിട്ട് തന്നെ കഴിക്കാം, എന്നിട്ട് ചാറ് മുക്കി കഴിക്കാം. ഒന്നും പറയാനില്ല, ഇതിന് പറയേണ്ട ഒരു ആവശ്യമില്ല. മാർക്ക് എന്താ ഇതിനൊക്കെ എന്താണ് മാർക്ക്? നമ്മൾ മാർക്ക് തരാൻ പാടില്ല. ഇത് ഒരു നമ്മൾ ഒത്തിരിയോ പ്രൊഫഷണൽ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലുണ്ടാകുന്ന കുറേ സാധനങ്ങൾ, അപ്പോൾ അവരുണ്ടാക്കുന്ന ഏറ്റവും ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ അവരുടെ ഒരു കൈപ്പുണ്യത്തെക്കാളുപരി അവരുടെ ആ ഒരു ക്ഷമയാണ് അതിൻ്റെ ഒരു രുചി. കൈപ്പുണ്യത്തിൽ നമ്മൾ അത്ര വലിയ വിശ്വാസമില്ല, പ്രാക്ടീസാണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള ആ വീടിൻ്റെ ആ ഒരു എന്നാ സാർ, ഇതിനൊരു ബാക്കിലൊരു കഥയുണ്ട്. എന്നാന്നറിയോ, ഏട്ടൻ്റെ അമ്മ, അതായത് മായ മാത്രമല്ലോ, അമ്മ എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച ഒരു മീൻകറിയാണ്. അമ്മയുടെ ഫേവറേറ്റ് ആണിത്. അപ്പൊ ഞാൻ ഇതിന് ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ സാർ ഇതിനൊരു പേരിടണം അല്ലേ? മീൻകറിയുടെ ആ ഒരു പുളി, കറക്റ്റ് എരിവ്, ആ തേങ്ങയുടെ കറക്റ്റ് ടെക്സ്ചർ, ഇതെല്ലാം ദേവി. ഞാൻ ശരിക്കും ആലോചിച്ചു, സാറ് വരുമ്പോ എന്തുണ്ടാക്കും ദൈവമേ, ഇത്രയും വലിയൊരു മനുഷ്യന് വരുമ്പോ നല്ലതുണ്ടാക്കി കൊടുക്കണ്ടേ. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അമ്മ പഠിപ്പിച്ചത് തന്നെ ആദ്യം കൊടുക്കാം. ചോറും കപ്പയും ചപ്പാത്തി ഇതെല്ലാത്തിനും പാകാവുന്ന ഒരു മീൻകറിയാണിത്. സത്യം.